എപ്പോഴാണ് സഭയിൽ നിന്ന് പിരിഞ്ഞത്? ഞാൻ കഴിഞ്ഞ മെയില് സംസാരിക്കില്ലേ ഫേസ്ബുക്കില്? ഞാൻ ഫേസ്ബുക്കാർക്കും സംസാരിക്കാതെ എടുത്തുകയാണ്. ഇതാണ് എല്ലാവർക്കും അറിയായിരിക്കും. പ്രത്യേകം പഞ്ചപ്രധാനായിട്ടില്ല, എല്ലാവർക്കും അറിയുന്ന ഒരു മുഖം തന്നെയാണത്. ഇന്ന് എൻ്റെ വീട്ടിൽ വന്നു. അതാണ് ഇന്നത്തെ. 4 വർഷം മുമ്പ് ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചു. 4 വർഷം മുമ്പ് താഴ് പറഞ്ഞ വാക്ക് താഴ് പാലിച്ചു. എന്റെ ഭാഗ്യം. വീട്ടിൽ വരും, മോനെ കാണും, അങ്ങനെയൊക്കെ പറഞ്ഞു. വളരെ സന്തോഷമുണ്ട്. എന്തൊരു ലൈവ് ചെയ്യാൻ പറ്റി വളരെ സന്തോഷമുണ്ട്. കാരണം മുമ്പിൽ നിന്ന് വന്ന് ഈ ലൈവ് ചെയ്യാൻ പറ്റി വളരെ സന്തോഷമുണ്ട്. ഇത് അച്ഛനുണ്ട്, അമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. എന്താ തീർച്ചയായിട്ടും വളരെ സന്തോഷം. 2000 ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങുമ്പോഴാണ് എന്റെ ഫേസ്ബുക്ക് വാട്സാപ്പില് പ്രണവ് 2000 ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങുമ്പോഴാണ് പ്രണവ് എന്നെ വിളിക്കുന്നത്. ഫോണിലൂടെ സംസാരിച്ചു. അത് കഴിഞ്ഞ് എന്റെ വാട്സാപ്പിൽ കണക്ട് ചെയ്തു. അന്ന് തൊട്ട് നമ്മൾ 4 വർഷത്തിലധികമായി ഞാനും പ്രണവും തമ്മിൽ ഭയങ്കര ഫ്രണ്ട്സാണ്. പ്രണവ് എഴുതുന്ന ബുക്കുകളൊക്കെ എനിക്ക് വീഡിയോയിൽ കാണിച്ചു തരാറുണ്ട്, ന്യൂസുകളൊക്കെ അയക്കാറുണ്ട്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഫ്രണ്ട്സാണ്. അന്ന് ഞാൻ കൊടുത്ത വാക്കായിരുന്നു, കണ്ണൂർ വരുമ്പോൾ, പയ്യന്നൂർക്ക് വരുമ്പോൾ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ അടുത്താണ് പ്രണവ് എന്ന് പറയുന്ന അത്ഭുത പ്രതിഭാസം ജീവിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ വന്ന് ഉറപ്പായിട്ട് പ്രണവിനെ കാണും എന്ന് പറഞ്ഞു. പക്ഷെ ഇന്നാണ് എനിക്ക് അതിനുള്ള ഒരു അവസരം, എനിക്കും അതിന്റെ ഒരു ഭാഗ്യം ഇന്നാണ്. പ്രണവിനെ വന്ന് കാണാനുള്ള ഒരു ഭാഗ്യം എനിക്കാണ്. ഇന്ന് 4 വർഷം മുമ്പ് ഞാൻ പറഞ്ഞ വാക്ക് ഇന്ന് പാലിച്ചപ്പോ പ്രണവിനെ ഇന്ന് കണ്ടു കഴിയുന്നതോടുകൂടിയായിരിക്കും ഒരുപക്ഷെ എനിക്കും ഗുണങ്ങൾ കൂടുതൽ ഉണ്ടാവാൻ സാധ്യത. കാരണം തീർച്ചയായിട്ടും പ്രണവിന് ഒരുപാട് ഗുണങ്ങളും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പത്തും പ്രശസ്തിയും സൽകീർത്തിയും എല്ലാം വർദ്ധിക്കണം. അപ്പൊ ഇങ്ങനെ ഇവിടെ വരാൻ കഴിഞ്ഞു. പ്രണവിന്റെ അവാർഡുകൾ, ബുക്കുകൾ എല്ലാം കാണാൻ കഴിഞ്ഞു. അപ്പൊ എല്ലാവരും പ്രണവിനെ പ്രോത്സാഹിപ്പിക്കണം, പ്രണവിനെ വളർത്തണം, പ്രണവ് ഉയരണം, പ്രണവ് ചരിത്രത്തിന്റെ ഒരു ഭാഗമായി തന്നെ മാറണം. അതിന് നമുക്കൊരു അസൂയയോ കുശുമ്പോ ഒന്നും ആവശ്യമില്ല. കാരണം ദൈവാനുഗ്രഹം കൊണ്ട് പ്രണവ് ഇവിടം വരെ എത്തി, ഇനിയും വളരും. അപ്പൊ നമുക്ക് എന്തായാലും ദൈവത്തിനോട് നന്ദി പറയാം. ഓക്കെ, വാക്ക് പാലിച്ചത് ഒരുപാട് സന്തോഷം, അഭിമാനം. താങ്ക് യു. എനിക്ക് ഷെയർ ചെയ്യണേ. ഇതൊന്ന് കിട്ടിയോ? കിട്ടിയോ? ഇതൊന്ന് finish. Continue or finish? Finish. Do you want to continue or broadcast?